ത്രിമൂർത്തി ശക്തി സംഭൂതാം ശ്രീവിദ്യാ മന്ത്രമാതൃകാം ശ്രീചക്രമധ്യനിലയാം ധ്യായേത് ലോകാംബികാം സദാ. എല്ലാ പുണ്യാത്മാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ വരുന്ന ഡിസംബർ 21 മുതൽ 25 വരെ കൊടുങ്ങല്ലൂർ ശൃംഗപുരം ശിവക്ഷേത്ര പരിസരത്ത് വെച്ച് അപൂർവമായി നടക്കുന്ന ശ്രീവിദ്യാ മഹായാഗം നടക്കുകയാണ്. കൊടുങ്ങല്ലൂർ ശ്രീവിദ്യാ പ്രതിഷ്ഠാനത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ മഹായാഗം നടക്കുന്നത്. 2009 മുതൽ എല്ലാ ഡിസംബർ മാസത്തിലും ശ്രീവിദ്യാ സബര്യ മഹോത്സവം നടത്തി വരാറുണ്ട്. അത് ശ്രീചക്ര നവാവരണ പൂജയും ദശമഹാവിദ്യാ ദേവതാ ഹോമം തുടങ്ങി ചണ്ഡികാ ഹോമം തുടങ്ങി ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ വരുന്ന എല്ലാ പൂജകളും ഭവനങ്ങളെല്ലാം നടത്തി വരുന്നു. അതിനോടൊപ്പം തന്നെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ശ്രീവിദ്യോപാസകരുടെ സംഗമവും നടക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ശ്രീവിദ്യാ പ്രതിഷ്ഠാനം രൂപം കൊണ്ട് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന് നാം അനുഭവിക്കുന്ന നമ്മുടെ ദുരിതങ്ങളൊക്കെ എല്ലാം തന്നെ അടിസ്ഥാനമായ കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് നമ്മുടെ പരദേവതാ ആരാധനാ സമ്പ്രദായം പലരും കൈവിട്ടു പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ തറവാടുകളിലെ കുടുംബത്തെ രക്ഷിക്കുന്നതിനായിട്ട് നാം തറവാട്ടിലുള്ള ആരെങ്കിലും ഉപാസിച്ച് നമ്മുടെ തറവാടിൽ കുടിയിരുത്തിയിട്ടുള്ള ഒരു ദേവത, അത് അധികം ദേവി തന്നെയാണ്, ദേവിയോ അല്ലെങ്കിൽ മറ്റുള്ള ദേവതകളോ എന്തുമാകാം, ആ ദേവതയാണ് നമ്മുടെ കുടുംബത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് അന്ന് അവർ തയ്യാറാക്കിയിട്ടുള്ള ഒരു ആരാധനാ സമ്പ്രദായം, അതിലൂടെ അന്നത്തെ കാരണവന്മാരായിട്ടുള്ള ആളുകളോ ആ കുടുംബക്കാരോ എല്ലാം തുറന്നു വന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് അത് തറവാടുകളെല്ലാം ചിന്ന ഭിന്നമായ ന്യൂക്ലിയസ് ഫാമിലി ആയിട്ട് മാറിയപ്പോൾ ഈ പരദേവത ആരാധനാ സമ്പ്രദായം കൈവിട്ടു പോവുകയും ഇതെല്ലാം ഭാഗം വെച്ച് പിരിയുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെയെല്ലാം തടസ്സമായി നിൽക്കുന്നതാകട്ടെ ഈ തറവാട്ടിൽ കുടിവെച്ചിരിക്കുന്ന പരദേവത ഒരു കാരണമായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഉടൻ തന്നെ ഏതെങ്കിലും ഒരു നല്ല ജ്യോത്സ്യനെ വിളിച്ച് അഷ്ടമംഗല പ്രശ്നം വെക്കുകയോ എന്നിട്ട് ആ ആരാധിച്ചിരുന്ന ഉപാധികളെ എന്തെങ്കിലും ഉപാധികളിലേക്ക് അതിൻ്റെ ചൈതന്യത്തെ, ദേവതാ ചൈതന്യത്തെ ആവാഹിച്ച് കൊടുങ്ങല്ലൂരോ ചോറ്റാനിക്കരോ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങൾ സമർപ്പിച്ച് വർഷത്തിലൊരിക്കൽ അവിടെ പോയി പ്രാർത്ഥിക്കുകയും യഥാശക്തി വഴിപാടുകൾ ചെയ്താൽ മതി എന്നുള്ള നിശ്ചയത്തോടു കൂടി അപ്രകാരം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന സർപ്പക്കാവുകൾ, അതും ഒരു തടസ്സമായിട്ട് തോന്നുന്ന സമയത്ത് ആ സർപ്പക്കാവുകളിലെ കാവിലെ ചൈതന്യത്തെ എല്ലാം ആവാഹിച്ച് പാമ്പുമേക്കാടോ മണ്ണാർശാലയോ ആമേടമംഗലത്തോ പാതിരിക്കുന്നത്ത് മനയിലോ ഒക്കെ കൊണ്ടുപോയി സമർപ്പിച്ച് നമ്മളത് പോരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ പ്രായമായിട്ടുള്ള മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്ന അല്ലെങ്കിൽ ഏൽപ്പിക്കുന്ന ഒരു അതിനോട് തുല്യമായിട്ട് തന്നെ നമുക്കതിന് കണക്കാക്കാം. അവിടെ വൃദ്ധസ്ഥാനത്തിൽ പോയിട്ടുള്ള അച്ഛനമ്മമാർക്ക് എത്ര കണ്ട് മനഃശാന്തി ലഭിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ എത്ര കണ്ട് നമ്മളോടുണ്ടാകും എന്നുള്ള പോലെ തന്നെയാണ് ഈ പരദേവതയുടെ വിഷയത്തിലും കാണുന്നത്. അപ്പോൾ ഇന്ന് പലർക്കും അവനവൻ്റെ കുടുംബ പരദേവതയെക്കുറിച്ച് അറിയാത്ത അനവധി പേരുണ്ട്. അറിഞ്ഞാൽ തന്നെ അവിടെ പോകാത്തവരോ പോകാൻ കഴിയാത്തവരോ ആയിട്ടുള്ള അനവധി പേരുകളും. ഇപ്പം നമുക്കൊരു വിഷയം അല്ലെങ്കിൽ പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ ജ്യോത്സ്യനെ സമീപിക്കുന്നത്. ജ്യോത്സ്യൻ രാശി വെച്ചാൽ ആദ്യം പറയുന്ന വിഷയം ഇതായിരിക്കും, പരദേവതാ കോപം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാം ഇനി തുടർന്നുള്ള കാലങ്ങളിലെങ്കിലും നമ്മുടെ എല്ലാം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പരദേവത ആരാധനാ സമ്പ്രദായം നമ്മൾ തിരികെ കൊണ്ടുവന്നേ മതിയാകും. കൊടുങ്ങല്ലൂരിൽ 2009 മുതലാണ് ശ്രീവിദ്യാ പ്രതിഷ്ഠാനം രൂപം കൊണ്ട് പ്രവർത്തിച്ചു വരുന്നത്. പ്രധാനമായും പരദേവതാ ഉപാസന സമ്പ്രദായത്തേക്ക് കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനും അത് തിരിച്ചു കൊണ്ടുവരാൻ ഭക്തജനങ്ങളെ പ്രേരിപ്പിക്കുന്നതിനും, കൂടാതെ എന്താണ് ഉപാസനാ മാർഗം അല്ലെങ്കിൽ ഉപാസനാ പദ്ധതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരാക്കുന്നതിനും, ഉപാസനയ്ക്കായിട്ട് ആഗ്രഹിച്ചു വരുന്ന ഭക്തജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ദേവി ഉപാസനയ്ക്ക് ആഗ്രഹിച്ചെത്തുന്നവർക്ക് വേണ്ടതായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും അവരെ എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാമെന്നുള്ള രീതിയിൽ നമുക്ക് സഹായിക്കുകയും ഇതിനെക്കുറിച്ചുള്ള ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളും സെമിനാറുകളും ചർച്ചകളും എല്ലാം സംഘടിപ്പിച്ചു വരുന്നുണ്ട്.
എല്ലാ വർഷവും ഡിസംബറിൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുമുള്ള ആചാര്യശ്രേഷ്ഠന്മാരും ഉപാസകരും സന്യാസിവര്യന്മാരെല്ലാം ഇതിൽ പങ്കെടുത്ത് നമുക്കെല്ലാം മാർഗനിർദ്ദേശം നൽകി വരുന്നുണ്ട്. ഈ വരുന്ന ഡിസംബറിൽ നടക്കുന്ന ശ്രീവിദ്യാ മഹായാഗം 16ാമത്തെ വർഷത്തിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രത്യേകമായി നടത്താനുമാണ് ആലോചിക്കുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ പഞ്ചകോശാന്തരസ്ഥിത എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്രകാരം പഞ്ചകോശങ്ങളെ ആധാരമാക്കിയിട്ടുള്ളതാണ് യജ്ഞശാല രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്രകാരം രൂപപ്പെടുത്തിയിട്ടുള്ള യജ്ഞശാലയിൽ ഒരുപക്ഷെ ഭാരതത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ശ്രീവിദ്യാ മഹായാഗം നടക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളും ഉപാസകന്മാരും എല്ലാവരും ഡിസംബർ 21 മുതൽ 25 വരെ നടക്കുന്ന ഈ ശ്രീവിദ്യാ മഹായാഗത്തിൽ പങ്കെടുത്ത് നമ്മുടെ പരദേവത ആരാധനാ സമ്പ്രദായത്തെയും തിരിച്ചു കൊണ്ടുവരുവാനും നമ്മുടെ ഉപാസന പദ്ധതികളെ അതിനെ ക്രമീകരിക്കുന്നതിനും അതിലൂടെ നമുക്ക് മോക്ഷപ്രാപ്തിയിലേക്കുള്ള പാതയിലൂടെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാനും തീർച്ചയായും എല്ലാവരും, പ്രത്യേകിച്ച് കുടുംബസമേതം കുട്ടികളടക്കം എല്ലാവരും പങ്കെടുത്ത് ആ ജഗദംബികയായ ലോകാംബികയായ ആദിപരാശക്തിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാൻ ഈ അവസരത്തിലും പൂർണ്ണമായും വിനിയോഗിക്കണമെന്നും എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഇതിൽ പങ്കെടുത്ത് ദേവിയുടെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകുവാനും ഭക്ത്യാദരപൂർവ്വം ശ്രീവിദ്യാ മഹായാഗത്തിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരെയും ലോകാംബികയായ കൊടുങ്ങല്ലൂരും അനുഗ്രഹിക്കട്ടെ. നമസ്തേ.